Hey guys, welcome to your new YouTube channel Gadgets and Tech. ഞാൻ ജയകൃഷ്ണൻ. ഞാൻ ഹാരിസ്. അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു RC കാറിനെ പറ്റിയാണ്. ഓക്കെ, ഇത് ഹാരിസ് മേടിച്ചിട്ട് 2-3 ദിവസമായിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നു, കുറച്ചു നേരം ഓടിച്ചു നോക്കി, കൊള്ളാം, സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഹാരിസ് പറഞ്ഞുതരും. അപ്പൊ ഇതെവിടുന്നാ വാങ്ങിച്ചത്? ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു കടയിൽ നിന്നാണ്. ആലപ്പുഴ മുല്ലക്കൽ ഇരുമ്പുപാലത്തിന്റെ അവിടെ നിന്നൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം പിന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ബാക്കി ഡീറ്റെയിൽസ് ഇപ്പം നമുക്ക് ഈ RC കാർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് പല ടൈപ്പ് എന്ന് വെച്ചാൽ 2 ടൈപ്പാണ്: ടോയ് ഗ്രേഡും ഹോബി ഗ്രേഡും. അതായത് ഹോബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഈ കുറച്ചുകൂടെ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒരു പവർ കൂടിയ ആൾക്കാർ. ഇതിപ്പോ ഈ ഫീൽഡിലുള്ള ടോയ് ഗ്രേഡ്സിനെ പറ്റി അല്ലെ ഈ RC റിമോട്ട് കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റി നല്ലപോലെ അറിയാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 2 ടൈപ്പാണ് ഉള്ളത്. ഹോബി ഗ്രേഡും ഉണ്ട്, ടോയ് ഗ്രേഡും ഉണ്ട്. ടോയ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ, അതിന്റെ പേര് തന്നെ ഉണ്ട്, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മെറ്റാലിക് അല്ലാത്ത പ്ലാസ്റ്റിക്കില് അല്ലെങ്കിൽ ഫൈബർ അതിൽ നിർമ്മിതമായിട്ടുള്ള കാർസ് ആണ് മെയിൻ ആയിട്ട് ഈ ടോയ്. അതിനകത്ത് വരുന്ന ചെറിയ മോട്ടറും ചെറിയ പവറുള്ള മോട്ടറും അതുപോലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഹോബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ റേറ്റ് വേറെ വരും. അതുപോലെ പവർഫുൾ ആയിരിക്കും. മോട്ടറും കാര്യങ്ങളൊക്കെ വില കൂടിയ മോട്ടറും അതുപോലെ അതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വേറെ വ്യത്യസ്തമായിരിക്കും വരുന്നത്. അപ്പം ഇത് ഏതാ ബ്രാൻഡ്? ഇതിപ്പം പല ബ്രാൻഡ്സ് ഉണ്ട്. ഇതിപ്പോ ഒരു ഇന്ത്യൻ കമ്പനിയായ മിറാന എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആണ് ഈ RC കാർ. മിറാന 4x4 ഡസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണിത്. 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. 2 ചെറിയ സസ്പെൻഷൻ, ഓയിൽ ഫില്ലിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു സ്പ്രിങ് വെച്ചിട്ട് ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് ടോയ് ഗ്രേഡ് വെച്ച് വരുമ്പോൾ നല്ല സസ്പെൻഷൻ ആണ്. ഹോബി ഗ്രേഡ് വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഹോബി ഗ്രേഡിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഇതിന്റെ വെയിറ്റും ഒരു 1 kg താഴെ ഉണ്ടാകത്തുള്ളൂ. വെയിറ്റ് കുറയാണ്ട് ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള സസ്പെൻഷന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ തീരെ കളിപ്പാട്ടം പോലത്തെ സാധനം അല്ലെങ്കിൽ അത്യാവശ്യം റബ്ബർ വീലും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. ഫ്രണ്ടിലൊരു പ്ലാസ്റ്റിക് ബമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തട്ടിയാലും മുട്ടിയാലും ഒന്നും പൊട്ടാത്ത ഒരു ഹാർഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്. പക്ഷെ ഇരുമ്പല്ല, ജസ്റ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. മോട്ടർ എന്ത് ടൈപ്പ് മോട്ടർ ഇതിനകത്ത്? നമുക്കിപ്പോ ഇതിൽ വന്നിരിക്കുന്നത് ബ്രഷ്ഡ് മോട്ടർ എന്ന് പറയും. ബ്രഷ്ഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിന്റെ കാര്യത്തിൽ തീരുമാനമാകും. വാട്ടർ പ്രൂഫ് അല്ല. കല്ലില് അറിയുന്ന അത്ര മറ്റ് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറി പോകും അങ്ങനെ സംഭവമൊന്നുമില്ല. ചെറിയ മെറ്റലിലൊക്കെ ആണെങ്കിൽ കയറി പോകും. ഇത്രയും വലിപ്പമുള്ള ചെറിയ പാറയും അങ്ങനെയുള്ള പാറകളിലൊക്കെ കയറി പോകും. അതിലും വലിയ പാറയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ ബമ്പറിന്റെ ഈ ഭാഗത്ത് തട്ടിയിട്ട് കയറി പോവാതെ നിൽക്കും. പക്ഷെ ഇതിന്റെ താഴത്ത് വരുന്ന, അതായത് ബമ്പറിന്റെ താഴത്ത് വരുന്ന എല്ലാത്തിലും കൂടെ കയറി പോകും, കുഴപ്പമില്ല. ബമ്പറിന്റെ ഹൈറ്റ് ഉള്ള വെള്ളത്തിലും സേഫ് ആയിട്ട് വെക്കണം. ഈ മോട്ടർ പക്ഷെ ഇതിന്റെ അടിയിലാണ് ഇരിക്കുന്നത്. ഈ ബമ്പറിലും താന്ന മോട്ടർ ഇരിക്കുന്നത്, അപ്പം പറ്റില്ല. പിന്നെ ഇതിന്റെ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ലിഥിയം-അയൺ. ഇവര് പറയുന്നത് ഏകദേശം ഒരു 60 മിനിറ്റ് വരെ നമുക്ക് ഇതിന്റെ പ്ലേ ടൈം കിട്ടും എന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് 60 മിനിറ്റ് കിട്ടിയോ എന്ന് ഇല്ല, 60 മിനിറ്റ് അത്ര എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതില് ടൈപ്പ് C പോർട്ടാ വന്നേക്കുന്നത്. ടൈപ്പ് C പോർട്ട് ആകുമ്പോൾ നമുക്ക് ഇപ്പം ഒരുപെട്ട മിക്ക ഗാഡ്ജറ്റ്സിലും ഇപ്പം എനിക്ക് തോന്നുന്നു ടൈപ്പ് C ആയിരുന്നു. പണ്ടത്തെ എല്ലാം ടൈപ്പ് C ആണ്. വാറന്റി ഉണ്ടോ? വാറന്റി ഇല്ല. വാറന്റി കാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോഴും വാറന്റിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പിന്നെ പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇവരുടെ ഈ ബാക്ക് സൈഡില് അതിനകത്ത് ഇവർ എഴുതിയിട്ടുണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ല റിപ്പയർ ചെയ്യാനോ അവർ ഹെൽപ്പ് ചെയ്യാനോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്ഗ്രേഡ് ചെറിയ അപ്ഗ്രേഡ് ഒക്കെ നടത്താൻ അവർ പറയുന്നത്. അതായത് ഈ ഫ്രണ്ട് ബമ്പർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വീലാണെങ്കിലും വേറെ വീൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കെല്ലാം റിമൂവബിളാണ്. അപ്പം ഇങ്ങനെ ഒരു എടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഓരോന്നും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ റിമോട്ട് എത്ര ദൂരെ വരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇതിന്റെ റിമോട്ട് നമുക്ക് ഏകദേശം ഒരു 10 feet 20 feet വരെ പോകും. 20 feet. ഇതൊരു ജോയിസ്റ്റിക് ടൈപ്പാണ്. സാറിന് അതിന്റെ ഗണ്ണ് വരാറുണ്ട്. പിന്നെ മറ്റേ ചെറിയ 2 ബട്ടൺ വരുന്നില്ലേ, ഇത് ജോയിസ്റ്റിക് ടൈപ്പ് സാധനം വരുന്നത്. അതായത് ഒരു ചെറിയ ജോയിസ്റ്റിക് മോഡലാണ് വരുന്നത്. റിമോട്ടിന് എത്ര ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചെറിയ പൈസയുടെ സാധനമാണല്ലോ. അപ്പൊ അതൊരു പ്ലാസ്റ്റിക്, അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്, അതിനകത്ത് ഒരു ട്രിപ്പിൾ ബാറ്ററി എണ്ണം വരുന്നൊരു ടൈപ്പ് ജോയിസ്റ്റിക്കാണ് വരുന്നത്.
ചെറിയൊരു കയ്യിൽ നമുക്ക് എന്താ കുട്ടികൾക്ക് പിടിക്കാൻ പറ്റിയ വലിപ്പം അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ജോയിസ്റ്റിക് ആണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ ടോയ് ഗ്രേഡ് ആണ്, ഹോബി ഗ്രേഡ് അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു, എന്നാൽ തീരെ പൊടി പിള്ളേരല്ല, ഒരു അത്യാവശ്യം ഒരു 9ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മളെ പോലെ മുതുക്ക് കാലുകൾ കളിക്കാൻ പാടില്ല. പിന്നെ ഞാൻ കുഞ്ഞല്ലേ കുഞ്ഞാ, എല്ലാവരുടെയും മനസ്സിലൊരു കുട്ടി ഉണ്ടെന്ന് പറയുന്നത് അതുണ്ട്. അതെ അതെ, എന്റെ കുഞ്ഞിലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു RC കാർ വാങ്ങിക്കണം. അങ്ങനെ ഇത്രയും പ്രായമായപ്പോഴാണ് വാങ്ങിച്ചപ്പോ ഒരു ഹോബി ഗ്രേഡ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ടോയ് ഗ്രേഡ് വെച്ച് കളിച്ച് പഠിച്ചിട്ട് ഹോബി ഗ്രേഡ് വാങ്ങിക്കാൻ പറഞ്ഞു. ഇത് ആക്ച്വലി 4x4 റോക്ക് ക്രവർ എന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം റോക്കിലൊക്കെ കയറും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ അതിന്റെ സ്റ്റെബിലിറ്റി നോക്കി, ആ ഒരു ക്രൗളിംഗ് പവറും കാര്യങ്ങളൊക്കെ നോക്കി, വലിയ കുഴപ്പമില്ല. ഇപ്പൊ കയ്യിൽ നമ്മൾ ഇത്ര ഹൈറ്റിൽ പിടിച്ചാലും ഉരുണ്ട് പെട്ടെന്ന് ആയ പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും ഹോൾഡായി നിന്നോ അവിടെ. മറ്റൊരു ഉരുണ്ട് ഈ പെട്ടെന്ന് അവിടെ പോകത്തില്ല. അത്യാവശ്യം ഗ്രിപ്പുണ്ട്. വീലിൽ ആ മോട്ടറിന്റെ ഒരു പിടുത്തം എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് അവരുണ്ട് പോകാത്തത്. പിന്നെ 4 വീൽ ഡ്രൈവ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു. നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പവർ ഓൺ ഇൻഡിക്കേഷൻ ഇങ്ങനെ ബ്ലിങ്ക് ആകുന്നതായിട്ട് കാണാം. റിമോട്ടിൽ ഇതുപോലെ ഒരു ഇൻഡിക്കേഷൻ കാണാം. റിമോട്ടുമായിട്ട് പെയർ ആയ ശേഷം ലൈറ്റ് ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ആവാതെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ജോയ്സ്റ്റിക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് സ്റ്റിക്ക് കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് റൈറ്റ് സ്റ്റിയറിംഗ് സ്റ്റിക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ ഒരു ബൂസ്റ്റ് ബട്ടൺ നമുക്ക് തന്നിട്ടുണ്ട്. സെൻറ്ററിലുള്ള ബട്ടൺ ലൈറ്റ് ഓൺ ഓഫ് ബട്ടൺ ആണ്. പിന്നെ ലെഫ്റ്റ് മാനുവർ റൈറ്റ് മാനുവർ, അതായത് നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു റോളിംഗ് കൊടുത്തിട്ടുണ്ട്. കാറിൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്, അതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഇനി ഒന്ന് ഓടിച്ചു നോക്കാം. പവർ ഓൺ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ റിമോട്ടിൽ ഏതെങ്കിലും ഒരു ബട്ടണായിട്ട് പ്രസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാറ് റിമോട്ടോട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇതിന്റെ ഏകദേശം ഇതിന്റെ റിമോട്ട് കൺട്രോൾ എങ്ങനെയാണ്, ഇതെങ്ങനെ ഓൺ ആക്കുന്നത്, ഇതെങ്ങനെ പെയർ ആകുന്നത്, ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ മോഡ്, ഏതൊക്കെ ടൈപ്പ് മോഡ്സ് ഉണ്ട്, ഇതെല്ലാം ഏകദേശം പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കൂടെ അറിഞ്ഞ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കായിരുന്നു. ഇതിന്റെ വില എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഏകദേശം 1199 വരുന്നുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിലോ പിൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിച്ചത്. എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് ഏകദേശം 1700 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഇട്ട് കിട്ടി. നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് ഏകദേശം 1700 രൂപയ്ക്കാണ് കിട്ടിയത്. ആമസോണിൽ നിങ്ങൾക്ക് ഏകദേശം 1900 രൂപയ്ക്ക് അടുപ്പിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറെ മിസ്റ്റേക്സ് ഒക്കെ ആദ്യത്തെ വീഡിയോ അതിനെ പിന്നെ നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇതിന്റെ ഒരു ഇത്രയുള്ള ഉദ്ദേശം, ഈ ഒരു പുതിയ കാർ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണിക്കണം, ഇങ്ങനൊരു കാറുണ്ട്, അതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഡിസ്ലൈക്ക് വേണം.
എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് Subscribe ചെയ്യണം. ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണം. അതിന്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇനി വീണ്ടും അടുത്തൊരു ഗാഡ്ജറ്റ്സും അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ഗുഡ് ബൈ.